UFC വൈറ്റ് ഹൗസ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വസതിയായിട്ടുള്ള വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് UFC ഇവന്റ് നടക്കാൻ പോകുന്നു. ട്രംപ് ഇത് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക്, അനൗൺസ്മെന്റ് അല്ല, ഇത് ഒരു സ്പീച്ചിൽ പറഞ്ഞാണ്. കഴിഞ്ഞ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ ജൂലൈ 4 തലേ ദിവസം ഇതുപോലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ് വൈറ്റ് ഹൗസിന് മുറ്റത്ത് വെച്ചിട്ട് ഒരു UFC ഇവന്റ് നടത്താം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. We're going to have a UFC fight. Think of this on the grounds of the White House. We have a lot of land there. We're going to build a little. We're not. Dana's going to do it. Dana's great, one of a kind. We're going to have a UFC fight, championship fight, full fight, like 25,000 people. And we're going to do that as part of 250 also. We're going to have some incredible events, some professional events, some amateur events. അതായത് നമ്മൾ ആദ്യമേ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ഞാനൊക്കെ ഇതുപോലെ ട്രംപ് അങ്ങനെ പലതും പറയും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ സീരിയസ് ആയിട്ട് അത് നടക്കുമെന്നാണ് തോന്നുന്നത്. അത് എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ടെന്നൊന്നും അറിയത്തില്ല. UFC സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഡാന വൈറ്റിൻ്റെ പിന്നീടുള്ള സംസാരങ്ങളിലാണെങ്കിലും പിന്നീട് UFC വക പല പ്ലാനുകൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപിൻ്റെ കാര്യം നമുക്കറിയാം. ട്രംപ് ആദ്യമേ തന്നെ ഒരു ഒറിജിനൽ MMA ഫാനാണ്, അല്ലെങ്കിൽ UFC ഫാനാണ്. ഇപ്പം ട്രംപും ഡാന വൈറ്റും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ട്രംപിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ക്യാമ്പയിൻസിൽ പങ്കെടുത്തിരുന്നു ഡാന വൈറ്റ്. മാത്രമല്ല ഇപ്പോൾ മെജോറിറ്റി UFC ഫൈറ്റേഴ്സ് ഇതുപോലെ തന്നെ ഒരു റൈറ്റ് വിങ് സൈഡിൽ വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ UFC ഒരുപാട് ഫൈറ്റേഴ്സ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഓവറോൾ ആ ഒരു ട്രംപ് സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ബേസിക്കലി UFC. മാത്രമല്ല ഇപ്പോൾ UFC ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിലും UFC ഒരു മെയിൻ സ്ട്രീം സ്പോർട്ടൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ബോക്സിംഗ് പോലെ ഒരു അക്സെപ്റ്റബിൾ സ്പോർട്ടൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേയൊക്കെ ഈ വെന്യൂസ് കിട്ടാനൊക്കെ ഇത് പ്രദർശിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ കിട്ടുന്നതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആൾക്കാർ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ ഹ്യൂമൻ കോക്ക് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് ആൾക്കാർ മാറ്റി നിർത്തിയിരുന്ന ഒരു സ്പോർട്ടായിരുന്നു UFC. ആ ഒരു സമയത്ത് UFC ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പം ട്രംപിൻ്റെ ട്രംപ് താജ്മഹൽ എന്ന് പറഞ്ഞ കസിനൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ട് UFC ഇവൻറ്റ്സ് ഒക്കെ നടത്താനുള്ള പെർമിഷനൊക്കെ ട്രംപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാന വൈറ്റും ട്രംപും കൂടെ തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് UFC ഇവൻറ്റ്സിൽ സ്ഥിരം വരുന്നതും ഇപ്പോൾ ഫൈറ്റേഴ്സിനെ വിളിക്കുന്നതും. അതുപോലെ ഡാന വൈറ്റ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് പോയതും എല്ലാം അതുകൊണ്ടാണ്. അങ്ങനെ ആ ഒരു ജൂലൈ 3 സ്പീച്ചിലാണ് UFC വൈറ്റ് ഹൗസിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ മുറ്റത്ത്, അല്ലെങ്കിൽ ആ വൈറ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് UFC ഇവൻറ്റ് നടത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പബ്ലിക് ഇവൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഹൈ സെക്യൂരിറ്റി ഏരിയ അല്ലേ. അവിടെ വരുന്ന എല്ലാവരെയും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അന്നേരം അത് ബേസിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്കവാറും ക്ഷണിക്കപ്പെടുന്ന അതിഥികളായിരിക്കും. അതുപോലെ ഒരു സ്പെഷ്യൽ ഇവൻ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്, നടക്കുകയാണെങ്കിൽ തന്നെ. അങ്ങനെ പിന്നീട് ഇതുപോലെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് അവിടെ ആരായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ. ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാ ഫൈറ്റേഴ്സും അവിടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻ്റ് വരുന്ന വർഷമായിരിക്കും നടക്കുന്നത്. വരുന്ന വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യദിനം. അതേ തുടർന്നിട്ടായിരിക്കും ഈ ഒരു ഇവൻ്റ്. അന്നേരം ഒരു വർഷത്തോളം സമയമുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഇന്നത്തെ ചാമ്പ്യൻസ് ആയിരിക്കത്തില്ല അന്നത്തെ ചാമ്പ്യൻസ്. ഒരു വർഷം കൊണ്ട് ഒരുപാട് മാറാം, ഒരു വർഷം മാറാതെ ഇരിക്കാം. ഇപ്പോഴേ ആ ഒരു കാർഡ് ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, മനുഷ്യരുടെ കാര്യമാണ്. പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫൈറ്റേഴ്സും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ പ്രധാനികളിൽ 2 പേരാണ് ജോൺ ജോൺസും കോണർ മക്ഗ്രിഗറും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജോൺ ജോൺസിൻ്റെ കാര്യമാണെങ്കിൽ റിട്ടയർ ആയി എന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ജോൺസ് റിട്ടയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴായാലും ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടി തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇപ്പം ജോൺ ജോൺസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് UFC വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജോൺ ജോൺസും കോണർ മക്ഗ്രിഗറും ടെസ്റ്റും പൂളിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ജോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ജോൺസ് വേഴ്സസ് അസ്പിനാൽ അവിടെ നടക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഞാൻ എന്താണെന്ന് പറയാം. അങ്ങനെ ജോൺസ് മീഡിയസിൻ്റെ മുമ്പിൽ ഇതുപോലെ ഞാൻ എന്തായാലും വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. Donald Trump mentioned that he wanted to have a fight at the White House garden, and that just seems like such a huge opportunity. Just to be able to entertain the country and the world at this level at the White House, it just means the world to me. So I'm back. അന്നേരം ഡാന വൈറ്റും ആദ്യമേ ഒരു ഡ്രീം ഫൈറ്റ് ആയിരിക്കും ജോൺസ് വേഴ്സസ് അസ്പിനാൽ വൈറ്റ് ഹൗസിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഡാന വൈറ്റ് നേരെ തിരിഞ്ഞു. അതായത് ജോൺസ് മിക്കവാറും വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ചെയ്തില്ല. കാര്യം ജോൺസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാര്യം അങ്ങനെ ഒരു മേജർ കാർഡിൽ കൊണ്ടുവന്നിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല ജോൺസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. But would you be okay with him coming back and potentially winning that belt again, and you might have to go through? Well, it's not even about him winning the belt. I mean, how I felt about him. I can't risk putting him in big positions in a big spot and have something go wrong, especially the White House card. അതൊരു ശരിയാണ്. കാര്യം ഇത്രയും നാളും ഡാന വൈറ്റിനെ ഇപ്പം നാളെ ഫൈറ്റ് ചെയ്യും, മറ്റന്നാൾ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചു. ഡാന വൈറ്റിനെ മാത്രമല്ല ജോൺ ജോൺസ് ഫാൻസിനെയും ജോൺ ജോൺസ് നന്നായിട്ട് പറ്റിച്ചു. ഇടയ്ക്ക് റിട്ടയറായി, പിന്നെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തിരിച്ചു വന്നു. അതിനിപ്പം ഡാന നേരെ തിരിച്ച് പണിഞ്ഞു. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ ജോൺ ജോൺസ് പറയുമ്പോഴത്തേക്ക്
ഒരു അറ്റൻഷൻ സീക്കിങ് ഇൻഡിവിജ്വലാണ്. അതായത് പുള്ളിക്കാരൻ ഇപ്പം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഹങ്കറൊക്കെ പോയി, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എങ്കിൽ പിന്നെ റിട്ടയർ ആയിട്ട് വീട്ടിൽ ഇരിക്കുമോ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം പുള്ളിക്കാരന് ഭയങ്കര ഈഗോയിസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരെയും ആ ശ്രദ്ധയിൽ നിന്ന് മാറുന്നത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ആ ഒരു ഡിസ്കഷനിൽ നിൽക്കണം. ഇപ്പോൾ ജോൺസ് റിട്ടയറായ അന്ന് പോലും പെട്ടെന്ന് ആൾക്കാർ അത് ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മൂവ് ഓൺ ആയി. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ജോൺസിനെ കുറിച്ച് ആരും സംസാരിക്കാതായി. അതിന് പ്രോബ്ലി അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും പിന്നീട് ജോൺസ് തിരിച്ചു വന്നത്. അതിന് ഈ ജോൺസിനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ജോൺസിന് ഭയങ്കര വീർപ്പൂട്ടലാണെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇപ്പം ട്വിറ്ററിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മറുപടിക്കും എടുത്ത് തിരിച്ച് റിപ്ലൈ കൊടുക്കുക. അതിന് ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ഇൻഡിവിജ്വലാണ് ശരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു ചർച്ചയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ജോൺസ് ഈ അഭ്യാസം എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ജോൺസ് ഫാൻസിനോട് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ജോൺസ് തിരിച്ചു വരാൻ ജോൺസിനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ജോൺസിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തന്നെ തിരിച്ചു വരും. അതാണ് ജോൺസ്. അങ്ങനെ ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് ജോൺസ്. അതിന് ഇപ്പോൾ ഈ ഒരു UFC വൈറ്റ് ഹൗസിൽ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡാന വൈറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ജോൺസിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ജോൺസ് എന്തായാലും വൈറ്റ് ഹൗസിൽ ഫൈറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന് ജോൺസ് അതിന് റിപ്ലൈ ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. അതൊന്നും ആയിരിക്കത്തില്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റിയേക്കെന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ പലരും പറയുന്നുണ്ട് ഇതൊരു ഡാനവിൻ്റെ ട്രിക്കാണ്. അതായത് അങ്ങനെ ഒരു കാർഡ് സീക്രട്ടായിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. ഇതൊരു സർപ്രൈസ് ആയിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു കാർഡൊന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജോൺസ് ഇല്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ മറക്കുമല്ലോ. പക്ഷേ സർപ്രൈസ് ആയിട്ട് ഇതുപോലെ ജോൺസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കേ, ഇപ്പം എനിക്ക് തോന്നുന്നില്ല ജോൺസിനെ ആ ഒരു വൈറ്റ് ഹൗസിൽ ഒരു മെയിൻ കാർഡാക്കി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ഒരു അസ്പിനാലൊക്കെ ആണെങ്കിൽ, ഇപ്പം സെൽഗാനൊക്കെ തോപ്പിച്ചിട്ട് വളരെ ഡോമിനൻ്റിൽ നിൽക്കുന്ന ഒരു അസ്പിനാലാണെങ്കിൽ ഒരു കാരണവശാലും ജോൺസ് വേഴ്സസ് അസ്പിനാൽ വൈറ്റ് ഹൗസിൽ നടത്തത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇപ്പം ഈ ഒരു ഇവൻ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അമേരിക്കയുടെ 250ാമത് ഇൻഡിപെൻഡൻസ് ഡേ, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷമാണ്. അതിന് പലരും പറയുന്നുണ്ട് ഇപ്പം ബ്രിട്ടൻ വേഴ്സസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും ഇപ്പം മെയിൻ ഇവൻറ്റിൽ വരിക, അന്നേരം നല്ല രസമായിരിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അസ്പിനാൽ ഇത്ര റിസ്കി ഫൈറ്റാണ്. ഇപ്പം ഒരിക്കലും ജോൺസ് ജയിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇത് MMA ആയതുകൊണ്ട് തന്നെ. ഇപ്പം ഇങ്ങനൊരു ഇവൻറ്റ്, ഈ ഒരു ഇവൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹിസ്റ്റോറിക് ഇവൻ്റാണ്. ഇപ്പം നടക്കുകയാണെങ്കിൽ ഇത് ഹിസ്റ്റോറിക് ഇവൻ്റാണ്. ഇതിപ്പോൾ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്നും അല്ല. ഇപ്പം നടന്നു കഴിഞ്ഞാൽ ഇനി നടക്കുന്ന പോലും യാതൊരു ഉറപ്പില്ല. അന്നേരം അങ്ങനൊരു ടൈപ്പ് ഓഫ് ഇവൻ്റാണ്. അത് അത്രയും വലിയൊരു ഇവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഹിസ്റ്ററിയുടെ പാർട്ടാവും. അങ്ങനെ ഒരു ഇവൻ്റാണ്. ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ഒരു കോയിൻ ടോസ് നടത്തുമോ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതായത് ഇപ്പോൾ ബൈ ചാൻസ് ജോൺസ് തോറ്റ് കഴിഞ്ഞാൽ, ജോൺസ് ആരാണ്? അമേരിക്കയുടെ ഏറ്റവും വലിയ ചാമ്പ്യനാണ് ജോൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ മിക്സഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജോൺസ് ഒരു അമേരിക്കനാണ്. ആ ഒരു അഭിമാനം എപ്പോഴും അമേരിക്കയാണ്. അങ്ങനെ ഒരു ചാമ്പ്യനെ വെച്ചിട്ട് ഒരു ഗാംബ്ലിങ് നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബൈ ചാൻസ് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ, ഇപ്പോൾ മാത്രമല്ല ഒരു ഫാസ്റ്റസ്റ്റ് KO കാണാൻ കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡിലാവും അല്ലെങ്കിൽ 4 സെക്കൻഡിലെങ്ങാനും അസ്പിനാലിലെ ജോൺസിനെ KO എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നാണക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് അമേരിക്കയുടെ ഗ്രേറ്റസ്റ്റ് ചാമ്പ്യനെ നോക്കൗട്ട് ചെയ്ത് പോയി. അത് അമേരിക്കയ്ക്ക് എന്ത് നാണക്കേട് ഉണ്ടാക്കും നിങ്ങൾക്ക് അറിയോ? ആ ഒരു റിസ്ക് എന്തായാലും അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എത്രത്തോളം ഹിസ്റ്റോറിക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ഹൗസ് ഇവൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. ഇപ്പം നമ്മുടെ പത്രങ്ങളിലൊക്കെ വരും ഈ പറഞ്ഞ UFCയുടെ ഏതെങ്കിലും വാർത്തകൾ വരും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പം പത്രങ്ങളിലും ന്യൂസിലും എല്ലാം വരും. മാത്രമല്ല ഇപ്പോൾ വേറെ കോമഡി എന്ന് പറയുമ്പോഴത്തേക്ക് PSCയിലൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇതൊക്കെ വളരെ പോസിബിളാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം വൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് നടന്നൊരു സ്പോർട്സ് ഇവൻ്റ് ഏതാണ്? അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് MMA. ആ ഒരു ഓർഗനൈസേഷൻ്റെ പേരെന്താണ്? UFC. ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? ഡാന വൈറ്റ്. അന്നത്തെ ചാമ്പ്യൻ ആരായിരുന്നു? ജോൺസ്. ഇതെല്ലാം PSCയിൽ പഠിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഒറ്റ ഫ്രണ്ട് പോലും UFC കാണുന്നില്ല. ഇപ്പം എൻ്റെ ഫാമിലിയിലോ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഫ്രണ്ട്സോ ഒരാൾ പോലും UFC കാണുന്നില്ല. ഇപ്പം ഞാനൊക്കെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഇത് എന്തൊരു സ്പോർട്ടാണെന്നുള്ള രീതിയിലാണ് വീട്ടുകാരൊക്കെ നോക്കുന്നത്. അതിനിപ്പോൾ നിങ്ങളുടെ കേസിലും അതൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരിട്ടറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ UFC കാണുന്നുണ്ടായിരിക്കുള്ളൂ. ഈ ഒരു വൈറ്റ് ഹൗസിലേക്ക് ഒരു ഇവൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ അറിയും, എല്ലാവരും അറിയും. പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതാണ് അങ്ങനെ ഹിസ്റ്റോറിക് ഇവൻറ്റിൽ ജോൺസിനെ വെച്ചിട്ട് ഗാംബിൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പം ജോൺസ് അവിടെ തോറ്റ് കഴിഞ്ഞാൽ വൈറ്റ് ഹൗസിൽ തോറ്റ ആളാണെന്നുള്ള പേരിലായിരിക്കും ജോൺസിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോമസ് മില്ലിൻ്റെ കൂട്ടൊരു ഡേഞ്ചറസ് എനിമിയെ വെച്ചിട്ട് വൈറ്റ് ഹൗസിൽ ഗാംബിൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ചെയ്യത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വൈറ്റ് ഹൗസിൽ ഇവർ ഏതൊക്കെ ഫൈറ്റ്സ് ആയിരിക്കും നടത്താൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം 1 വർഷം കൊണ്ട് സമയം, നമുക്കതുകൊണ്ട് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, എനിക്ക് ഈ ഒരു MMA വൈറ്റ് ഹൗസിൽ നടത്തുന്നതിൽ ചെറിയൊരു അതൊരു നല്ല കാര്യമാണോ എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്പോർട്ടിന് നല്ലതാണ്, കൂടുതൽ ആൾക്കാരെ അറിയുകയൊക്കെ ചെയ്യും, ഒരുപാട് ആൾക്കാർ കാണാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ സ്പോർട്ടിന് നല്ലതാണ്, സ്പോർട്ടിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, എനിക്ക് UFC വൈറ്റ് ഹൗസിൽ വരുന്നതിനോട് അത്ര ഒരു താല്പര്യമില്ല. എന്താ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ MMA എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു വളരെ നീഷ് സ്പോർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്പോർട്ടല്ല.
മാത്രമല്ല ഞാൻ ഈ ഒരു UFC വൈറ്റ് ഹൗസിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്കൊരു ആകാംക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണക്കാർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഞാൻ നേരെ മീഡിയാസ് എങ്ങനെയായിരിക്കും അതിനെ റെസ്പോണ്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കി. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഒരു വീഡിയോ വന്നത്, അതായത് നമ്മുടെ പൽക്കി ശർമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ട് നോക്കുക. You see, 2026 marks 250 years of American independence. So President Donald Trump has big plans. He wants to organize multiple events leading up to the next 4th of July, and one of them is a UFC fight. Now, UFC stands for Ultimate Fighting Championship. It's basically a martial arts league. And guess where this fight is going to happen? Not in Las Vegas, not in New York. President Trump wants it at the White House. Trump wants to see men and women beat each other to pulp. അന്നേരം ഇതാണ് സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്ന ഈ ഒരു രീതിയിലാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പൾപ്പാക്കുന്നൊരു സ്പോർട്ട്. കാര്യം ഇത് അങ്ങനൊരു സ്പോർട്ടാണ്, അതായത് ഭയങ്കര ഗ്രൂസമാണ്. എല്ലാവർക്കും ഈ ഒരു ലെവൽ ഓഫ് ഇഞ്ചുറീസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരെ ആയിരിക്കത്തില്ല. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റിയൊരു സ്പോർട്ടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതായത് ബേസിക്കലി ഒരു ഗ്യാരണ്ടീഡ് ഔട്ട്കം ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ബോക്സിങ്ങായിട്ടൊരു കമ്പാരിസൺ പറയാം. ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 10 ഔൺസിൻ്റെ ഗ്ലൗസും കൈ കെട്ടിയിട്ട് ഇടിക്കാൻ പറഞ്ഞു വിടുക. ഇപ്പോൾ വേറെ കാലോ എൽബോ ഒന്നും യൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലൊക്കെ നോക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് പതുക്കെ ആ ഒരു മാച്ച് പ്രോഗ്രസ് ആവുകയും അതിനൊരു ഗ്യാരണ്ടീഡ് ഔട്ട്കം ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സംഭവമെങ്കിലും അതിനകത്തുണ്ട്. പക്ഷേ MMA കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ വേണമെങ്കിൽ ഈ പറയുന്ന മാസ്വിഡൽ വേഴ്സസ് ബെൻ അസ്ക്രം പോലെ ഫസ്റ്റ് 5 സെക്കൻഡിൽ തീരാം, അല്ലെങ്കിൽ ഇതൊരു ഹെഡ് കിക്ക് പോലെ വീണേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഗ്രാപ്ലിംഗ് മാച്ച് അയക്കാം. ഗ്രാപ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫൈറ്റ് ഫാൻസിനായിട്ട് തന്നെ പലപ്പോഴും ഗ്രാപ്ലിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്ക് പലരും ഉറങ്ങുന്നേ കാണാം, ബോറിംഗ് ഫൈറ്റ് എന്നൊക്കെ പറയും. അതിൻ്റെ ഫൈറ്റ് ഫാൻസ് അങ്ങനെ പറയുമ്പോഴത്തേക്ക്, ഫൈറ്റ് കാണുന്നവർ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു സാധാരണക്കാരൻ ഏത് രീതിയിലെടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു ഗ്രാപ്ലിംഗ് മാച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് മൂല പോയി കിടക്കുന്നു എന്നുള്ള രീതിയിൽ പറയും. മാത്രമല്ല ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ളൊരു ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റേ വാർ പോലത്തെ ഒരു ഫൈറ്റൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം റോബി ലോളർ വേഴ്സസ് റോറി മക്ഡൊണാൾഡ് ഫൈറ്റ് ഇല്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ മാക്സ് ഹോളോവേ വേഴ്സസ് കാൽവിൻ കേറ്ററൊക്കെ ആണെങ്കിൽ ഒരു 1 സൈഡ് ബീറ്റ് ഡൗൺ ആയിരുന്നു. അന്നേരം എന്ത് ഹെവി ഡാമേജാണ് എടുത്തത്. അതിന് ഈ ഡാമേജ് ഒന്നും എല്ലാവർക്കും കണ്ടത്ര ശീലമില്ല. അതിന് പറഞ്ഞു വരുന്ന പറയുമ്പോഴത്തേക്ക് ഒരു ഗ്യാരണ്ടീഡ് ഔട്ട്കം ഇല്ല. എന്ത് സംഭവിക്കാം എന്നൊരു സ്പോർട്ടാണ്. ഒന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് മാച്ച് ആയിരിക്കാം. അതിന് ഒരു സാധാരണ ഒരാൾ കാണുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ഞാൻ ഈ സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പോർട്ടിനെ ഒരാൾ മോശം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതായത് ഇപ്പം ഈ സ്പോർട്ടിനെ കുറിച്ചൊരു കുന്തം അറിയാത്ത ഒരാൾ പുറമേ നോക്കിയിട്ട് അത് അയാളുടെ തെറ്റൊന്നുമല്ല, പുറമേ നോക്കിയിട്ട് ഇത് ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതായത് നമ്മൾ ഇത്രയും കുത്തിയിരുന്ന് കാണുന്ന, രാവിലെ എണ്ണീട്ടിരുന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഹൈപ്പ് ചെയ്തൊരു സംഭവം ഇത്രയേ ഉള്ളോ എന്ന ആൾക്കാർ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കയറി കൊള്ളത്തില്ലേ. കാരണം ആ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇതാണ് ഇവന്മാരിന്ന് കാണുന്നത് എന്നുള്ള രീതിയിൽ പറയത്തില്ലേ, ആ ഒരു സംഭവം എനിക്ക് നല്ലൊരു പേടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പം നമ്മൾ വലിയ കാര്യത്തിൽ ആരെങ്കിലും ഫൈറ്റ് കാണാനൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന ഫൈറ്റുകളെന്ന് പറയുമ്പോഴത്തേക്ക് പരമ ബോറിംഗ് ഫൈറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുമാതിരി വൃത്തിയിട്ട ഫൈറ്റ്സ് ആയിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ തന്നെ ഇരുന്ന ഫൈറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഫൈറ്റ്സ് ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. അന്നേരം എന്തായിരിക്കും ഔട്ട്കം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം ഇപ്പോൾ ഒരു ബോക്സിങ്ങിൻ്റെ കൂട്ടും ബാക്കി ഒരു ഫൈറ്റിൻ്റെ കൂട്ടും നമുക്കങ്ങനെ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നൊരു സ്പോർട്ടല്ല അത്. അതിന് ഇങ്ങനൊരു വൈറ്റ് ഹൗസിലേക്ക് ഇവൻ്റ് നടക്കുകയാണെങ്കിൽ ഇപ്പം പല മീഡിയാസും പല ആൾക്കാരും ഇതുപോലെ ചുമ്മാ വായൂരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതായത് ഞാനും വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു, അതായത് ഇപ്പം ഞാനിത് ഫൈറ്റ് കാണുമ്പോഴത്തേക്ക് ഇത് വേറെ ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ നോക്കിയോ വൈറ്റ് ഹൗസിൽ ഫൈറ്റ് നടക്കും, വൈറ്റ് ഹൗസിൽ ഇടി നടക്കും, ട്രംപിൻ്റെ ഫാനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അന്നേരം നമ്മൾ ഇത്രയും വലിയ ഹൈപ്പപ്പ് ചെയ്തിട്ട് അവസാനം വൈറ്റ് ഹൗസിൽ ഇങ്ങനെ ഇവൻ്റ് നടന്നിട്ട് എല്ലാവരും ഇതെന്തോ ഇത് എന്നുള്ള രീതിയിൽ ഭാവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഇൻസൾട്ടായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പേടി. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, എന്നാൽ ആ ഒരു ഇവൻറ്റ് നടന്ന നമ്മുടെ സ്പോർട്ടിന് നല്ലതാണ് എന്നൊരു തോന്നൽ എവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടേഴ്സ് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അന്നേരം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ്സ് ട്രംപ് പറഞ്ഞു ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ജയം എന്നതിന് വലിയൊരു വാല്യൂ വരുമല്ലോ. അതിന് ഏതൊരു വിധേനയും ജയിക്കാൻ ഫൈറ്റേഴ്സ് നോക്കുമല്ലോ. അന്നേരം അങ്ങനെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും ഗ്രാബിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബോറിംഗ് സ്റ്റൈലിലേക്ക് കൂടുതലും പോകുന്നത്. അതിനിപ്പോൾ ഒരു എൻ്റർടൈനിങ് രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും നല്ല ഹ്യൂജ് മണിയൊക്കെ വന്നിട്ട് ശരിക്കും ജയിക്കോ തോക്കോ എന്നുള്ള രീതിയിൽ കെയർ ചെയ്യാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യണം. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ഫൈറ്റ്സ് നടക്കുമെന്നാണ് തോന്നുന്നത്. എനിക്കും ലോജിക്കലി തിങ്ക് ചെയ്തിട്ടും അതാണ് തോന്നുന്നത്. അതിന് അങ്ങനെ കുറച്ച് ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ജസ്റ്റിൻ കേജി വേഴ്സസ് മാക്സ് ഹോളോവേ ഫൈറ്റൊക്കെ നടന്നില്ലേ, അതുപോലത്തെ BMF ലെവലിൽ എന്തെങ്കിലും ഭയങ്കര ഫൈറ്റ്സോ അല്ലെങ്കിൽ ഇതുപോലെ ചാനലറിൻ്റെ കൂട്ടൊക്കെ ഒരു ഷോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നൊരു ആസ്പെക്റ്റിൽ ഫൈറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് ഫൈറ്റ്സ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരാളുടെ കാര്യം വിട്ടുപോയി, കോണർ മക്ഗ്രിഗർ.
അടുത്തിടെ ആശാൻ ഒരു പി ട്രെയിനിങ് ചെയ്യുന്നൊരു ഫോട്ടോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഏതോ റാപ്പറിനോ നമ്മളാരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു പ്രധാന ഓർഗനിൽ വെയിറ്റ് ഒക്കെ കെട്ടി തൂക്കി ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അവരതെടുത്ത് പബ്ലിക്കാക്കി. പക്ഷേ കോണർ മക്ഗ്രൂഗർ ഇതൊന്നും നടന്നിട്ടേ ഇല്ലാത്തുള്ള രീതിയിൽ ചില്ലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കോണർ മക്ഗ്രൂഗർ ശരിക്കും കോണർ മക്ഗ്രൂഗറിൻ്റെ ആ ഒരു ഡൗൺഫോൾ ഉണ്ടല്ലോ ഈ ഒരു കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോഴത്തേക്ക് സങ്കടം വരും. കാര്യം എന്ത് ഇൻസ്പിറേഷനായിരുന്നു. അതായത് ശരിക്കും ആ ഒരു പഴയ കോണർ മക്ഗ്രൂഗർ ഈ ഒരു കോണറിനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് കോണർ പണ്ട് എന്തായിരുന്നോ, പണ്ട് കോണർ എന്താവരുത് എന്നാഗ്രഹിച്ചോ അതാണിപ്പോൾ കോണർ. അതായത് കോണർ മക്ഗ്രൂഗറിന് എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഒറിജിനൽ കോണർ മക്ഗ്രൂഗറിൻ്റെ തലയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തം കൊക്കേനൊക്കെ അടിച്ചിട്ട് ആകെ കിളി പറന്നിരിക്കുകയാണ് പുള്ളി. അതിന് ഇനി എന്തായാലും കോണർ മക്ഗ്രൂഗർ ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആര് ഫൈറ്റ് എന്നൊക്കെ നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും നല്ല ഫൈറ്റ്സ് ഒക്കെ നടക്കട്ടെ. എന്തായാലും ഇനിയും സമയമുണ്ട്, ഒരു വർഷം നമ്മുടെ മുമ്പിലുണ്ട്. അന്നേരം ഡാനവൈറ്റ് പറയുന്നല്ലോ UFC ലാൻഡ്സ്കേപ്പ് ഒരുപക്ഷെ എൻ്റെയിൽ ഡിഫറൻ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അതിന് ഇതൊക്കെയാണ് UFC വൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള എൻ്റെ കുറച്ച് തോട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ കമൻറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.